നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് മേഖലയിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COAയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. ചെറുകിട കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനാചരണം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനക്കല്ല് ദീപനഗർ പട്ടികജാതി കോളനിയിൽ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ സന്ദർശനം നടത്തി. ദീപനഗർ കോളനിയിലെ 28 വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു. ചേർപ്പ് പഞ്ചായത്തിൽ അംഗൻവാടികളിൽ വയോജന സായന്തന ക്ലബ്ബ് പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഹരിത സേനാംഗങ്ങൾക്കുള്ള ഉപകരണം കൈമാറലും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് മേഖലയിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COAയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. ചെറുകിട കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനാചരണം. അമ്മാടം ചേർപ്പ് വൈദ്യുത ഓഫീസുകൾക്ക് മുൻപിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. റൂസ്വെൽറ്റ് റാഫേൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വൻകിട കേബിൾ ഓപ്പറേറ്റർമാർ റിലയൻസും എയർടെലും ഒക്കെ 90-ന്റെയും 150-ന്റെയും 200-ന്റെയും എല്ലാം ഫൈബറുകൾ വലിക്കുമ്പോൾ പാവങ്ങളായ ചെറുകിട ഓപ്പറേറ്റർമാർ 3-4 പ്രാവശ്യം കൊണ്ട് ഒരു 30-40 പെയറുള്ള ഫൈബറുകൾ 5 പ്രാവശ്യമായിട്ട് വലിക്കുമ്പോൾ അതിന് ഓരോ കേബിളിനും സെപ്പറേറ്റ് കാശ് കൊടുക്കണമെന്നുള്ള KSEBിയുടെ പുതിയ നയം നമ്മൾ എതിർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമരത്തിൻ്റെ ഫലമായി 150 രൂപയ്ക്ക് റൂറൽ മേഖലയിലും 450 രൂപയായിട്ട് അർബൻ മേഖലയിലെല്ലാം നമുക്ക് ഇളവ് കിട്ടിയതാണ്. അത് ബ്രോഡ്ബാൻഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും 500 രൂപ അടയ്ക്കണമെന്നുള്ള KSEBിയുടെ പുതിയ നയവും നമ്മൾ എതിർക്കുകയാണ്. കാരണം ഇത്രയും പണം കൊടുത്തുകൊണ്ട് ഈ ഒരു മേഖല കൊണ്ടു നടക്കാൻ സാധിക്കുകയില്ല. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് ചേർപ്പ് മേഖലാ സെക്രട്ടറി PV ജോഷി അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ വിഷൻ ചെയർമാൻ PV രവി, നെറ്റ് വിഷൻ ചെയർമാൻ KG രാധാകൃഷ്ണൻ, മേഖലാ ട്രഷറർ KG സുധീർ എന്നിവർ സംസാരിച്ചു. ഏറ്റവും വലിയ കുത്തക കമ്പനിക്കാരെയും നേരിടാനുള്ള കഴിവും കരുത്തുമുള്ള സംഘടനയാണ് COA. നമുക്കറിയാം, ഇന്ന് നമ്മൾ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ ഇന്ത്യയിൽ 8ാം സ്ഥാനം, കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ബ്രോഡ്ബാൻഡ് കമ്പനി എന്ന് പറയുന്ന 8ാം സ്ഥാനത്തും കേരളത്തിൽ 1ാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതിനെ തകർക്കുന്നതിന് വേണ്ടി KSEBിയിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടാണ് ഇന്ന് നമ്മൾ ഈ കരിദിനത്തിലേക്ക് വഴിതിരിച്ചത്. ഓരോ കേബിളിനും സെപ്പറേറ്റ് പൈസ അടയ്ക്കേണ്ട ഗതികേടിലേക്കാണ് ചെറുകിട ഓപ്പറേറ്റർമാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരുടെ കടുംപിടുത്തം കാരണം കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിനുള്ള ഒരു നയമായിട്ടാണ് നമുക്ക് COAയ്ക്ക് തോന്നിയിട്ടുള്ളത്. COAയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാന വ്യാപകമായി ഇന്ന് ജനുവരി 31-ന് കരിദിനം ആചരിക്കുകയാണ്. വരുമാനമുള്ള ഈ മേഖലയെ തച്ചു തകർക്കാൻ പറ്റുന്ന കോർപ്പറേറ്റുകൾക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കരിദിനം ഇന്ന് ആചരിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് കുത്തകൾക്ക് വേണ്ടിയുള്ള KSEBിയുടെ ഈ നയത്തിനെ എതിർത്തുകൊണ്ട് ഈ സംസ്ഥാനമൊട്ടാകെ ഇന്ന് കരിദിനം ആചരിക്കുന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനക്കല്ല് ദീപനഗർ പട്ടികജാതി കോളനിയിൽ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ സന്ദർശനം നടത്തി. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുകുമാരൻ, SC പ്രൊമോട്ടർ അനഘ, SC ഡേ ഓഫീസർ വാലന്റീന, DMO ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ജമാൽ, തൃശൂർ DEO ക്ലർക്ക് രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസ്ലി ജോയ്, എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശൻ, ACP PS സുരേഷ്, SHO നെൽസൺ എന്നിവർ സന്നിഹിതരായിരുന്നു. ദീപനഗർ കോളനിയിലെ 28 വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു. വളരെ ഫ്രീ ആയിട്ടും വളരെ തുറന്ന മനസ്സോടുകൂടി തന്നെ നിങ്ങളത് പറയുകയും ഞങ്ങളത് സ്വീകരിക്കാനുമാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ഒരു പങ്കാളിത്തമില്ലാതെ സമൂഹത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, അത് കുട്ടികൾ തുടങ്ങി വീട്ടിലുള്ള സ്ത്രീകൾ,
ചെറുപ്പക്കാർ, സ്കൂൾ വിദ്യാർത്ഥികൾ, നമ്മുടെ സമൂഹം ഒന്നടങ്കം നേരിടുന്ന പലതരം പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ മാരക കുറ്റകൃത്യങ്ങളായിക്കോട്ടെ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളായിക്കോട്ടെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മയക്കുമരുന്ന്, ലഹരി, ഇതുപോലുള്ളതുമായിട്ടുള്ള നമ്മുടെ ഒരുമിച്ചുള്ള ഒരു പോരാട്ടമായിക്കോട്ടെ, ഇതിനകത്തെല്ലാം നിങ്ങളുടെ ഒരു പങ്കാളിത്തം, നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ സജഷൻസ് ഇല്ലാതെ പോലീസിനെ മാത്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ചേർപ്പ് പഞ്ചായത്തിൽ അംഗൻവാടികളിൽ വയോജന സായന്തന ക്ലബ്ബ് പദ്ധതിക്ക് തുടക്കമായി. 2023-2024 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. 8ാം വാർഡിലെ മഹാത്മാ അംഗൻവാടിയിലാണ് ക്ലബ്ബ് ആരംഭിച്ചത്. ഓരോ അംഗൻവാടിയുടെ ഏരിയയിലുള്ള 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെ കൂട്ടി എല്ലാ മാസവും വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിൽ ഒത്തുചേരൽ നടത്തുന്നതാണ് പദ്ധതി. പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും വയോജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് പരിധിയിലെ എല്ലാ അംഗൻവാടികളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വയോജന ക്ലബിന്റെ ആദ്യ കൂടിച്ചേരൽ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടതുണ്ടെന്ന് മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേർപ്പ് പഞ്ചായത്തിൽ വഴിയോര കച്ചവടം ഹൈക്കോടതി വിധിക്ക് വിധേയമായി നിരോധിക്കണമെന്ന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനം നിങ്ങൾ ആവശ്യമാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടേത്. അനുഭവ സമ്പന്നരായ പ്രൊഫഷണലുകളിലേക്ക് ആൾ ധാരാളം എല്ലാവരും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വളരെ പ്രാധാന്യം വന്നത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നമുക്ക് ഗവൺമെന്റുകളിൽ നമ്മൾ ആവശ്യപ്പെട്ടതൊന്നും നടത്തിത്തരാനുള്ള ഒരു സംവിധാനം നിലക്കടയിലില്ല. പക്ഷെ നമുക്ക് അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിന് കിട്ടിയില്ല. ഇന്ന് മഹാത്മജിയുടെ രക്തസാക്ഷി ദിനം, മഹാത്മജിയുടെ രക്തസാക്ഷി ദിനം ആചരിക്കാൻ അർഹതയുള്ള യോഗത്തിൽ KK കൊച്ചുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. MK അബ്ദുൽ സലാം, CN ഗോവിന്ദൻകുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, KK അശോകൻ, ജോർജ് ആൻഡോ, സുജീഷ കള്ളിയത്ത്, ഷീല ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഹരിതസേനാംഗങ്ങൾക്കുള്ള ഉപകരണം കൈമാറലും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ധ്യാകുട്ടൻ, TK ശങ്കരനാരായണൻ, PS നിഷ, പഞ്ചായത്ത് അംഗം പ്രിയാചന്ദ്രൻ, സെക്രട്ടറി M വിജയലക്ഷ്മി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജനോവ, കരാറുകാരൻ CS വിഷ്ണുലാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ചേർപ്പ് സെന്ററിൽ ഹേ റാം എന്ന പേരിൽ സംഘടിപ്പിച്ച ദിനാചരണം സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് പ്രഭാകർ ഉദ്ഘാടനം ചെയ്തു. ആ സമയത്ത് മഹാത്മാഗാന്ധിജിയുടെ മരണത്തെ സംബന്ധിച്ച്, മഹാത്മാഗാന്ധിയെ കൊല്ലാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുപോലെ തന്നെ മതനിരപേക്ഷ പക്ഷത്തുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഇതുപോലെയുള്ള പരിപാടികളുമായി മുന്നോട്ട് വരുന്നത്. വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. മഹാത്മാഗാന്ധിയെ വധിച്ചത് RSS തന്നെയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം നമുക്ക് പറയാൻ സാധിക്കും, മഹാത്മാഗാന്ധിയെ വധിച്ചത് RSS തന്നെയാണ്. ഗോഡ്സെ, നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന RSSൽ ജനിച്ച് RSSൽ വളർന്ന ഏറ്റവും തീവ്രവാദിയായ ഒരാൾ മഹാത്മാഗാന്ധിജിയെ കൊല്ലുമ്പോൾ അദ്ദേഹത്തിന് പിൻബലമായിട്ടുണ്ടായിരുന്ന ആദർശം എന്ന് പറയുന്നത് സവർക്കർ രചിച്ച ഹിന്ദുത്വ എന്ന ആശയ സംഹിതയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ് ചെറുവത്തേരി, അഭിലാഷ് പ്രഭാകർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ്, KR സിദ്ധാർത്ഥൻ, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, അസംബ്ലി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
SCERT റിസർച്ച് ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് സുഭാഷ് ചേർപ്പ് CNN GLP സ്കൂളിൽ സന്ദർശനം നടത്തി. SCERTയുടെ മികവ് 2023-24 ഡോക്യുമെന്റേഷന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. വിദ്യാലയം ഈ വർഷം നടപ്പിലാക്കിയ കായിക വിദ്യാഭ്യാസത്തിലൂടെ അക്കാഡമിക മികവ് എന്ന പദ്ധതി നേരിട്ടറിയുന്നതിനായാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. മെഡിറ്റേഷൻ, യോഗ, നടത്തം, സൈക്ലിംഗ്, കരാത്തെ, റോപ്പ് സ്കിപ്പിംഗ്, അത്ലറ്റിക്സ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 7 വിദ്യാലയങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. ഡോക്ടർ വിനിജ, SSK DPC ഡോക്ടർ NJ ബിനോയ്, MR സനോജ്, ചേർപ്പ് BPC K സുരേഷ് കുമാർ, MV വിജു എന്നിവരും ഡോക്ടർ രഞ്ജിത്ത് സുഭാഷിനൊപ്പം ഉണ്ടായിരുന്നു. കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ കരിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി COA തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB വലപ്പാട് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV വ്യവസായത്തെ തകർക്കാൻ KSEBയിലെ ഏത് ഉദ്യോഗസ്ഥർ ശ്രമിച്ചാലും ഇടത് സർക്കാർ അത് അനുവദിക്കില്ലെന്ന് KP സന്ദീപ് പറഞ്ഞു. BSNL ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. BSNL എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കുന്നതിൽ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഉന്നതരായ ആളുകൾക്ക് അതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ജിയോ ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ കുത്തക മൊബൈൽ കമ്പനികൾക്ക് വേണ്ടിയാണ് ഈ BSNL എന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്തു തരിപ്പണമാക്കുന്ന നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി സ്വകാര്യ കമ്പനികളുടെ രംഗപ്രവേശമുണ്ടായി. അവർ നിശ്ചയിക്കുന്ന വാടക നമ്മൾ നൽകേണ്ടി വരുന്നു. അവർ നിശ്ചയിക്കുന്നത് പോലെ താരിഫ് നിരക്കുകൾ ഉണ്ടാകുന്നു. പ്രതിഷേധങ്ങളെ തരിമ്പും വകവയ്ക്കാതെ, മനുഷ്യപക്ഷ നിലപാടുകളില്ലാതെ ലാഭക്കൊതിയന്മാരായ ഈ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഇന്ന് ടെലികമ്മ്യൂണിക്കേഷൻ രംഗം വിട്ടുകൊടുത്തിരിക്കുകയാണ്. COA മേഖലാ വൈസ് പ്രസിഡന്റ് CR രമണൻ അധ്യക്ഷത വഹിച്ചു. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരെ ബുദ്ധിമുട്ടിക്കുന്ന KSEB ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ സർക്കാരാണെന്ന് സംശയിക്കണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ എന്നിവർ പറഞ്ഞു. COA മേഖലാ സെക്രട്ടറി സുമേഷ് കുമാർ, മേഖലാ ട്രഷറർ EL ടോണി എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ എക്സൈസിന്റെ വൻ ലഹരിവേട്ട. ചാവക്കാട്, ഗുരുവായൂർ ഭാഗങ്ങളിൽ നിന്നായി 105 ഗ്രാം MDMA പിടികൂടി. ചാവക്കാട് സ്വദേശി ആഷിഫ്, കോഴിക്കോട് സ്വദേശി അമർ ജിഹാദ് എന്നിവരാണ് പിടിയിലായത്. അമർ ജിഹാദിനെ രാത്രിയിൽ ചാവക്കാട് നിന്നും ആഷിഫിനെ രാവിലെയോടെ ഗുരുവായൂർ നിന്നുമാണ് പിടികൂടിയത്. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. ഇവരുടെ ബൈക്കുകളും എക്സൈസ് പിടിച്ചെടുത്തു. അതിരപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റി. സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്തിയ ശേഷമാണ് വനംവകുപ്പ് ആനക്കുട്ടിയെ കരയ്ക്കെത്തിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് കാട്ടാനക്കുട്ടി കുഴിയിൽ വീണത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ 9ാം ബ്ലോക്കിലാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനു സമീപത്തെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ആനക്കുട്ടി വീണത്. കാട്ടാനക്കൂട്ടത്തോടൊപ്പം നടന്നു പോകുന്നതിനിടയിൽ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന് ആനക്കുട്ടി കുഴിയിൽ അകപ്പെടുകയായിരുന്നു. ഇതിനു സമീപത്തായി കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചു. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനായി അയ്യമ്പുഴ RRT സംഘത്തിന്റെ സഹായം തേടി. കാട്ടാനക്കൂട്ടത്തെ സമീപത്തു നിന്നും മാറ്റിയ ശേഷമായിരുന്നു RRT ടീം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. വൃത്താകൃതിയിലുള്ള നെറ്റ് താഴേക്കിട്ട ശേഷം ആനക്കുട്ടിയെ അതിനുള്ളിലാക്കി വടമുപയോഗിച്ച് പുറത്തേക്കെത്തിക്കുകയായിരുന്നു. പുറത്തെത്തിച്ച ശേഷം നെറ്റിന്റെ കെട്ടഴിച്ച് ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വൈദ്യപരിശോധന നടത്തി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആനക്കുട്ടിയെ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടത്തിനൊപ്പം വിടാനാണ് നിലവിലെ തീരുമാനം. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാവ് സംരക്ഷണ ദിനാചരണം നടത്തി. മണ്ണാമ്പറമ്പത്തുകാവിൽ നടന്ന ചടങ്ങ് വലപ്പാട് GDM LP പ്രധാനാധ്യാപകൻ CK ബിജോയ് ഉദ്ഘാടനം ചെയ്തു. മനസ്സ് നവീകരിക്കേണ്ടത്, നമ്മുടെ ചിന്തകൾ നവീകരിക്കേണ്ടത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ നവീകരിക്കേണ്ടത്, ഹിന്ദു വിശ്വാസമായാലും ക്രിസ്ത്യൻ വിശ്വാസമായാലും ഇസ്ലാം വിശ്വാസമായാലും സൂഫി വിശ്വാസമായാലും പറയുന്നത് എന്താ? മനസ്സിൻ്റെ വിശുദ്ധി, പരിശുദ്ധിയാണ് ഒരു മനുഷ്യനെ സമാധാനത്തിലേക്കും വളർച്ചയിലേക്കും ശാന്തിയിലേക്കും ഉന്നമനത്തിലേക്കും ഒക്കെ എത്തുന്നത്, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പരിശുദ്ധാത്മാവേ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളങ്ങനെയാണല്ലേ പരിശുദ്ധാത്മാവേ എന്ന് പറയും. അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസപ്രകാരം പറയുന്നത് മനസ്സിൻ്റെ വിശുദ്ധി. ആ വിശുദ്ധി ഇല്ലാത്തടത്തോളം, മനസ്സിൽ കന്മഷം നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം സത്യം നമുക്ക് ദൃശ്യമാകില്ല എന്നാണ് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് കാണാൻ പറ്റില്ല, ദൈവത്തെ കാണാൻ പറ്റില്ല. ദൈവത്തെ കാണണമെങ്കിൽ
തോന്നിയങ്കാവ് ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള മണ്ണാമ്പറമ്പത്ത് കാവിനരികെ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കാവ് സംരക്ഷകരായ ദീപ, രാധിക എന്നിവരെയും കർഷകൻ പ്രകാശൻ കൊളങ്ങരയെയും കാപ്പിരിക്കാവ് ദേവസ്ഥാന മഠാധിപതി ഷിജു കാപ്പിരിക്കാവ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പൊതുപ്രവർത്തകൻ പോൾ ചിറ്റിലപ്പിള്ളി, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, അംഗൻവാടി വർക്കർ സതീരംഗൻ എന്നിവർ സംസാരിച്ചു. കാഞ്ചന ടീച്ചർ, ശാന്തകുമാരി കല്ലാറ്റ്, രഘു കുരുവേലി, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർപ്പ് മേഖലയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA-യുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനാചരണം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനക്കല്ല് ദീപനഗർ പട്ടികജാതി കോളനിയിൽ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ സന്ദർശനം നടത്തി. ദീപനഗർ കോളനിയിലെ 28 വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു. ചേർപ്പ് പഞ്ചായത്തിൽ അംഗൻവാടികളിൽ വയോജന സായന്തന ക്ലബ്ബ് പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഹരിത സേനാംഗങ്ങൾക്കുള്ള ഉപകരണം കൈമാറലും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.